രാജ്യത്ത് പാസ്പോർട്ട് ഫീസുകൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ. പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2026 അനുസരിച്ച് സാധാരണ പാസ്പോർട്ടുകൾക്കും തത്കാൽ സേവനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഫീസ് വർധനയാണ് വിദേശകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയിരിക്കുന്നത്. സാധാരണക്കാർ ഏറെപ്പേരും ആശ്രയിക്കുന്ന 36 പേജുകളുള്ള പുതിയ പാസ്പോർട്ടിനും അതിൻ്റെ പുതുക്കലിനും ഇനി മുതൽ 1500 രൂപയ്ക്ക് പകരം 2500 രൂപ നൽകേണ്ടി വരും. അതായത് ഒറ്റയടിക്ക് 1000 രൂപയുടെ വർധനയാണ് ഈ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി പാസ്പോർട്ട് ലഭ്യമാക്കുന്ന തത്കാൽ സംവിധാനത്തിന്റെ നിരക്കുകളും കുത്തനെ കൂട്ടിയിട്ടുണ്ട്. 36 പേജിന്റെ തത്കാൽ പാസ്പോർട്ടിന് നിലവിലെ 3500 രൂപയിൽ നിന്ന് 5000 രൂപയായി ഫീസ് ഉയർന്നു. കൂടുതൽ പേജുകളുള്ള 60 പേജിന്റെ സാധാരണ പാസ്പോർട്ട് ഫീസ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായും അതിന്റെ തത്കാൽ നിരക്ക് 4000 രൂപയിൽ നിന്ന് 6000 രൂപയായി വർദ്ധിപ്പിച്ചു. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനുള്ള ഫീസും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പുതിയ പാസ്പോർട്ട് അപേക്ഷകളിൽ 10% ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ഏക ആശ്വാസം. ഭരണപരമായ ചിലവുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിലവർധന.